VN വാസവൻ എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് എന്ന് നോക്കാം. CPM ആസ്ഥാനമായിട്ടുള്ള AKG സെൻട്രൽ രാവിലെ എത്തുമ്പോൾ മുൻ ദേവസ്വം ബോർഡ് മന്ത്രിയായിട്ടുള്ള ദേവസ്വം മന്ത്രിയായ VN വാസവനോട് ഈ വിഷയത്തിൽ പ്രതികരണം മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു. എന്നാൽ കാര്യമായ പ്രതികരണമൊന്നും അദ്ദേഹം നടത്തിയില്ല. അതിലേക്ക് പോകാം. പറഞ്ഞല്ലേ ഞാനിപ്പോഴല്ലേ പറഞ്ഞു. നമ്മൾ അന്നൊന്നും വെള്ളമായിട്ട് നമ്മുടെ അറിവില്ല. എന്തെങ്കിലും ഒരു കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പരിശോധിച്ചിട്ട് പറയാം. AKG സെന്ററിലെത്തിയ VN വാസവൻ ഈ വിഷയത്തിൽ കാര്യമായ പ്രതികരണം നടത്താൻ തയ്യാറായില്ല എന്നതാണ് ശ്രദ്ധേയം. ബിനീഷിലേക്ക് പോവുകയാണ്. ബിനീഷ്, വാസവന്റെയൊക്കെ പ്രതികരണം കണ്ടല്ലോ. കാര്യമായി ന്യായീകരിക്കാനൊന്നും ശ്രമിക്കുന്നില്ല ആരും ഇപ്പോൾ. ഇല്ല എന്ന് കൃത്യമായി തന്നെ CPM നേതാക്കൾക്ക് മനസ്സിലായിരിക്കുന്നു. ആ ഘട്ടത്തിൽ തന്നെ ആ ന്യായീകരണ ക്യാപ്സൂൾ മാറ്റിവെച്ചുകൊണ്ട് കൃത്യമായ തരത്തിൽ ഇപ്പോൾ സ്വയമായി തടിയൂരാനുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ CPM നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് തന്നെയാണ് ആദ്യഘട്ടം മുതൽ PS നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് തന്നെയാണ് ആദ്യഘട്ടം മുതൽ PS പ്രശാന്ത് ആദ്യഘട്ടത്തിൽ തടിയൂരാനുള്ള ശ്രമം നടത്തി. ഇപ്പോൾ ആ കൃത്യമായി കുരുക്ക് മുറുകി PS പ്രശാന്ത് കാര്യങ്ങൾ കുറച്ചുകൂടി ഒരു നിർണായകമായ അന്വേഷണത്തിന്റെ ഘട്ടത്തിലേക്ക് ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം കടക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വാസവൻ അങ്ങും ഇങ്ങും തൊടാതെയുള്ള ഒരു പ്രതികരണം നടത്തുന്നത്. ഇനി ആരിലേക്കാണ്, വാസവനിലേക്കാണോ അതോ കടകംപള്ളിയിലേക്കാണോ അന്വേഷണം നീങ്ങുക എന്നതാണ് നോക്കിക്കാണേണ്ടത്. അത് വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അത് ഏറെ നിർണായകമാകും എന്ന കാര്യത്തിൽ സംശയമില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും PS പ്രശാന്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യമായ പ്രതികരണം നടത്താൻ ദേവസ്വം മുൻ മന്ത്രി VN വാസവൻ തയ്യാറായിട്ടില്ല. ഇന്ന് CPMന്റെ യോഗം AKG സെന്ററിൽ തിരുവനന്തപുരത്ത് നടക്കുകയാണ്. ആ യോഗത്തിന് എത്തിയിട്ടുള്ള CPMന്റെ നേതാക്കൾ ആരും തന്നെ ഈ വിഷയത്തിൽ വലിയ ന്യായീകരണ ക്യാപ്സൂളുകൾ നിരത്താൻ പഴയതുപോലെ ശ്രമിക്കുന്നില്ല എന്നതുകൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. രാജീവിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. രാജീവ്, ഇപ്പോൾ VN വാസവൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതിൽ കാര്യമായ പ്രതികരണമൊന്നും നടത്തുന്നില്ല. നമുക്കറിയാമല്ലോ, നേരത്തെ ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് പല അറസ്റ്റുകൾ ഉണ്ടാകുന്ന വേളയിൽ CPM നേതൃത്വം ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും അല്ലെങ്കിൽ വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് അറസ്റ്റെന്നും ഒക്കെ വരുത്തി തീർക്കാനും അത്തരം പ്രചരണങ്ങൾ നടത്താനും ഒക്കെ പാർട്ടിയും അതിന്റെ സംഘടനാ സംവിധാനവും ഒക്കെ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അത്തരം പ്രതികരണങ്ങളൊന്നും കാണുന്നില്ല. രാജീവ്, ഗൗതം, ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനോടും പ്രതികരണം തേടിയിരുന്നു. കടകംപള്ളി ഒരു പ്രതികരണത്തിനും ഇല്ല എന്ന് പറഞ്ഞ് പോവുകയാണ്, അതായത് പ്രതികരിക്കാതെ പോവുകയാണ് ചെയ്തിരിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രനിലേക്ക് കൂടി അന്വേഷണം എത്താനുള്ള ഒരു സാധ്യത നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ശബരിമലയിൽ ഇത്രയും സ്വാധീനം ഉറപ്പിച്ചു എന്നാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറെ തെളിവുകളൊക്കെ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായി. ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളിയും തമ്മിലുള്ള ചിത്രങ്ങൾ പുറത്തു വന്ന ഘട്ടത്തിൽ കടകംപള്ളിയുടെ പ്രതികരണമൊക്കെ പലതവണ നമ്മൾ കൊടുത്തതാണ്. അതായത് തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ഡിവോട്ടി എന്ന നിലയിൽ മാത്രം, ഒരു ഭക്തൻ എന്ന നിലയിൽ മാത്രമാണ് അറിയാവുന്നത്, അല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് വ്യക്തിപരമായി അറിയില്ല എന്ന് പറഞ്ഞ അതേ കടകംപള്ളി സുരേന്ദ്രനാണ് ദേവസ്വം മന്ത്രിയായിരിക്കെ നിരവധി തവണ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക് എത്തുന്നു, സ്വകാര്യ ചടങ്ങുകളിൽ പോലും പങ്കെടുക്കുന്നു, സമ്മാനങ്ങൾ കൊടുക്കുന്നു, കൈപ്പറ്റുന്നു. ഈ രീതിയിലൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വളരെ അടുത്ത ബന്ധമുണ്ടാക്കുകയും 2018 ശബരിമല യുവതീ പ്രവേശന വിഷയം ആ കാലഘട്ടം നമുക്കറിയാം, ഗൗതം ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടായിരുന്ന ആളാണ്, പരിശോധിക്കപ്പെട്ട ആളാണ്. അപ്പോൾ നമ്മളെല്ലാം അന്ന് കണ്ടത് ഒരാൾക്ക് പോലും, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് പ്രവേശിക്കണമെങ്കിൽ പോലും വലിയ തരത്തിലുള്ള പോലീസിന്റെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. പോലീസിന്റെ ചട്ടക്കൂടിനകത്തായിരുന്നു ശബരിമല സംവിധാനം മുഴുവൻ പ്രവർത്തിച്ചിരുന്നത് എന്ന കാര്യം നമുക്കറിയാം. ആ കാലഘട്ടത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടേക്ക് എത്തുകയും ഈ കട്ടളപ്പാളികളും അതുപോലെ തന്നെ ദ്വാരപാലക ശില്പത്തിലെ പാളികളുമൊക്കെ ഇവിടേക്ക് തിരിച്ച് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നത്. ആ രീതിയിലുള്ള വലിയ സ്വാധീനം ഈ ശബരിമലയിൽ ഉറപ്പിച്ചത് കടകംപള്ളി വഴിയാണ് എന്ന് മൊഴികൾ SITക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള കണ്ടെത്തലുകൾ SITയുടെ മുന്നിലുണ്ട്. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ തെളിയിക്കുന്ന രേഖകൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു യുവതിയെ ഇടനിലനിർത്തിയാണ് ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയത് എന്ന് തെളിയിക്കുന്ന രേഖകൾ ഉൾപ്പെടെ SITക്ക് മുന്നിലുണ്ട്. ഏതായാലും അതിനു പിന്നിൽ വലിയ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ ഈ രാഷ്ട്രീയ പ്രേരിതമല്ല അറസ്റ്റ് എന്ന് EP ജയരാജൻ പ്രതികരിച്ചതായി ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് വന്നു കഴിഞ്ഞാൽ കടകംപള്ളിയിലേക്ക് കൂടി അന്വേഷണം എത്താനുള്ള ഒരു സാധ്യത ഇതിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം എന്ന് പറയുന്നത്
കടകംപള്ളി സുരേന്ദ്രന്റെ ഇത്തരം തെളിവുകൾ SITക്ക് മുന്നിൽ നിലനിൽക്കുകയാണ്. മാത്രമല്ല ഈ സ്വർണ്ണക്കവർച്ചയ്ക്ക് വഴിയൊരുക്കിയ ആ ബന്ധം അത് ശബരിമലയിൽ ഉണ്ടാക്കി കൊടുത്തത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം അദ്ദേഹം ഒരുപക്ഷെ ഈ വിഷയത്തിൽ കാര്യമായ പ്രതികരണമൊന്നുമില്ലാതെ അകത്തേക്ക് കയറിപ്പോയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല തിരക്കിട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ കടകംപള്ളി സുരേന്ദ്രൻ വീട്ടിലെത്തി വഴുതക്കാട്ടെ വീട്ടിലെത്തി കണ്ടതും നമ്മൾ കണ്ടതാണ്. ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഹെൽമെറ്റ് പോലും വെക്കാതെ എത്തുന്നു, ആഭ്യന്തരമന്ത്രിയെ കാണുന്നു, കൂടിക്കാഴ്ച നടത്തുന്നു. ഒരു സുഹൃത്തിന്റെ ചെറിയൊരു ശുപാർശയ്ക്ക് വേണ്ടിയാണ് താൻ ഇങ്ങനെ എത്തിയതെന്നൊക്കെ പറയുമ്പോൾ ആ കാലഘട്ടം കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. PS പ്രശാന്തിനെ പ്രതി ചേർത്തത് എപ്പോഴാണോ അതിന് തൊട്ടു പിന്നാലെയാണ് കടകംപള്ളി സുരേന്ദ്രൻ തിരക്കിട്ട് ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിലേക്ക് എത്തുന്നത്, അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഇനി ഏതെങ്കിലും കാരണവശാൽ രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഭാഗമാണെന്ന PS പ്രശാന്തിന്റെ വാദം CPM ഏറ്റെടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് കടകംപള്ളി സുരേന്ദ്രന്റെ പിന്നീട് കുരുക്കായി മാറും എന്ന് CPM മനസ്സിലാക്കുന്നുണ്ട്. ഇനി കടകംപള്ളി സുരേന്ദ്രൻ കൂടി ഈ കേസിൽ കുരുങ്ങുകയാണെങ്കിൽ, കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് CPMന് എന്നേക്കും വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അത്തരം ഒരു വിലയിരുത്തൽ CPMന് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കരുതലോടുകൂടി CPM ഇപ്പോൾ ഒരു പ്രതികരണം നടത്തുന്നത്. PS പ്രശാന്ത് പറയുന്ന ആ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുന്ന ആരോപണം അതേപടി CPM ഏറ്റെടുക്കുന്നില്ല. കരുതലോടുകൂടി CPM ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു. അതിന് കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങളെ പിണക്കി മുന്നോട്ട് പോയാൽ കടകംപള്ളി കൂടി അഴിക്കുള്ളിലേക്ക് പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തും. അത്തരം കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നേരത്തെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പ്രധാനമായി UDF പറഞ്ഞിരുന്നത് ഈ വിഷയത്തിൽ CBI അന്വേഷണം ഉൾപ്പെടെ വേണമെന്നാണ്. അതായത് കേരളത്തിലെ പോലീസ് അന്വേഷിച്ചാലൊന്നും സത്യം പുറത്തു വരില്ല എന്ന് പറഞ്ഞ അതേ പ്രതിപക്ഷമാണ് ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്നത്. ഇനി CBI അന്വേഷണം വേണമെന്ന ആവശ്യം, അതായത് സംസ്ഥാനത്തിന് പുറത്തേക്കും ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയിട്ടുണ്ട്, സംസ്ഥാനത്ത് പുറത്തുള്ള ആളുകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്, സ്മാർട്ട് ക്രിയേഷൻസ് ചെന്നൈയിലുള്ളതാണ്, അവിടെ കൂടുതൽ അന്വേഷണം വേണ്ട സാധ്യത നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ശബരിമലയിലെ സ്വർണ്ണം മറ്റു ക്ഷേത്രങ്ങളിലേക്ക് എത്തി എന്ന നിഗമനത്തിലേക്ക് SIT എത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണമെങ്കിൽ CBI അന്വേഷണം വരണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നിലവിൽ ഇപ്പോൾ BJPയും ഹൈന്ദവ സംഘടനകളും ഒക്കെ ആവശ്യപ്പെടുന്നത് CBI അന്വേഷണം വേണമെന്ന് തന്നെയാണ്. ഇനി ഭരണപക്ഷം, അതായത് സർക്കാർ ഇതിനോട് യോജിക്കുമോ എന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇക്കാര്യത്തിലും ഒരു ആശങ്ക CPMനുണ്ട്. ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ സമ്മർദ്ദം മൂലമാണ് പ്രശാന്തിന്റെ അറസ്റ്റ് എന്ന് വരികയാണെങ്കിൽ ഒരുപക്ഷെ ഇത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിലേക്ക് പോകും. ആ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിലേക്ക് പോയാൽ ഇത് ഈ 3 ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരിൽ മാത്രം നിൽക്കില്ല, മുൻ ദേവസ്വം മന്ത്രിയിലേക്ക് എത്തും. ഒരുപക്ഷെ അതിലും കൂടുതൽ ഉന്നതങ്ങളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. പത്മകുമാർ പറഞ്ഞതുപോലെ ദൈവതുല്യരായ ചിലർ പറഞ്ഞാൽ താൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞതുപോലെ ഇതിലും മുകളിലേക്ക് ഈ അന്വേഷണം എത്താനുള്ള സാധ്യതകളൊക്കെ നിലനിൽക്കുകയാണ്. അതുകൂടി മുന്നിൽ കണ്ടാണ് CPM കരുതലോടെ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗൗതം.